ഇന്ന് ചെയ്യാൻ പോണത് ഒരു സബ് വൂഫർ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഈ സബ് വൂഫർ വരുന്നത് ഈ ഒരു ബോക്സിലാണ് വരുന്നത്. ഇതൊരു പ്രാവശ്യം അൺബോക്സ് ചെയ്താൽ ഷോപ്പിൽ നിന്ന് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ബോക്സിൻ്റെ സൈഡിൽ പറയുന്നത് ബ്രാൻഡ് നെയിമായ ഓഡിയോക്സും മോഡൽ നമ്പറായ AX2050 പിന്നെ സബ് വൂഫറിൻ്റെ ഹോംസും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനുള്ളത് ഇതൊരു പ്ലാസ്റ്റിക് കവറിലാണ് സബ് വൂഫർ വരുന്നത്, വേറെ ഒന്നും നമുക്ക് കിട്ടുന്നതല്ല. സബ് വൂഫറിൻ്റെ കവർ നമുക്കൊന്ന് മാറ്റി നോക്കാം. കവർ മാറ്റി നമ്മൾ കാണുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് സബ് വൂഫറിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നത് ഈ സബ് വൂഫർ ഒന്നും തട്ടിയിട്ട് അതിൻ്റെ പേപ്പറിനൊന്നും പറ്റാതെക്കാൻ വെച്ചതാണ്. അപ്പോൾ അത് മാറ്റിക്കാൻ നമുക്ക് സബ് വൂഫർ കാണാം. സബ് വൂഫറിന് നമുക്ക് പറയുന്നത് 8 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ്. നല്ലൊരു മാഗ്നറ്റ് വരുന്നുണ്ട്, നല്ല ഹെവി ആയിട്ടുള്ളൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സെൻറ്ററിൽ നമുക്ക് ബ്രാൻഡ് നെയിമായ ഓഡിയോക്സ് കാണാം. ഈ സെയിം മോഡൽ നമുക്ക് ഡൈനിറ്റിൻ്റെ സബ് വൂഫറിൽ വരുന്ന അതേ മോഡലാണ്. ആ സെൻട്രൽ നെയിമിങ് മാത്രമേ മാറ്റമായിട്ട് തോന്നുന്നുള്ളൂ. പിന്നെ നെയിമിങ് ഇതിൽ ബ്രാൻഡ് നെയിം കൊടുത്ത് ഭയങ്കര ക്വാളിറ്റിയിലൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇതായി വെച്ചിട്ടുള്ളൂ. പിന്നെ വരുന്നത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ് വരുന്നത്. പിന്നെ സൈഡിൽ റബ്ബറും മെറ്റീരിയലൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ സബ് വൂഫറിൻ്റെ ഫ്രെയിം ആയാലും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ മാഗ്നറ്റുമല്ല മാർക്കിങ് പറഞ്ഞാൽ ബ്രാൻഡ് നെയിമും അതേമാതിരി തന്നെ മോഡൽ നമ്പറും പിന്നെ 110 വാട്ട് RMSും 210 വാട്ട്സ് മാക്സിമം എന്ന് എഴുതിയിരിക്കുന്നത്. അതേമാതിരി ഹോംസും മാർക്ക് ചെയ്തിട്ടുണ്ട്. 110 വാട്ട്സ് RMS കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 100 അതിൻ്റെ ബിലോ ആയിട്ട് നമുക്ക് കിട്ടാൻ മതി. പിന്നെ ഇത് 4 ohms തന്നെ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, കാരണം ആ ബോക്സിലെ മാർക്കിങ് നമുക്ക് കാണാനുള്ളൂ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൾട്ടിമീറ്റർ വെച്ചിട്ട്. മൾട്ടിമീറ്റർ ഹോംസിലിട്ടിരിക്കണം, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ 4.3, അതായത് 4 ohmസിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ 4 ohms തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. പിന്നെ ഇതിൽ വരുന്ന ടെർമിനൽ പറഞ്ഞാൽ നോർമൽ സ്പീക്കേഴ്സിലൊക്കെ വരുന്ന മാതിരി തന്നെയാണ്, ബനാന ടൈപ്പ് അല്ലെങ്കിൽ വേറെ വല്ല രീതിയിലൊന്നുമല്ല വരുന്നത്. അതേമാതിരി മാഗ്നറ്റും നല്ലൊരു കട്ടിയുള്ള മാഗ്നറ്റ്, അതിനനുസരിച്ചുള്ള വെയിറ്റും വരുന്നുണ്ട്. പിന്നെ ഉപയോഗിച്ചിട്ടുള്ള സ്പൈഡർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പൈഡറാണ്. പിന്നെ ഈ സ്പീക്കർ, ഈ സബ് വൂഫർ വെച്ചിട്ടില്ല നമ്മൾ അതായത് സബ് വൂഫറും ബോക്സ് വെച്ചിട്ട് പാസീവായുള്ള സബ് വൂഫറും ആക്റ്റീവായുള്ള സബ് വൂഫറും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 1000-1500 ഉറുപ്പ്യൻ്റെ ഇടയിലായിട്ട് വരും. ഇത് ഓരോ ഷോപ്പിലാകുമ്പോൾ വാരി ചെയ്യും. ഞാൻ വാങ്ങിയത് ഒരു 1500-1500 ഇടയിലാണ് വരിക. എന്തായാലും ഏറെക്കുറെ എല്ലാ ഷോപ്പിലും ആ പ്രൈസ് തന്നെയാണ് വരാൻ സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.